മോഷണവും കള്ളനെ പിടികൂടിയ വാർത്തയുമായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചർച്ചയായത്. എന്നാൽ പിടിയിലായ ആ കള്ളന്റെ ജീവിതവും സിനിമാ കഥ പോലെ തന്നെ ഏറെ നാടകീയതകൾ നിറഞ്ഞതായിരുന്നു. മോഷ്ടിച്ച പണത്തിന്റെ ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് നൽകുന്ന കള്ളൻ എന്ന് കേൾക്കുമ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ മുഖമാണ് ഓരോ മലയാളികൾക്കും ഓർമ്മ വരുന്നത്. ജോഷിയുടെ വീട്ടിൽ നിന്ന് 1 കോടിയോളം രൂപയുടെ ആഭരണങ്ങൾ കവർന്ന മോഷ്ടാവ് മുഹമ്മദ് ഇർഫാന്റെ കഥയും ഇതിന് സമാനമാണ്. ബിഹാർ റോബിൻഹുഡ് എന്നാണ് ഇർഫാൻ അറിയപ്പെടുന്നത് തന്നെ. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിൽ ബിഹാർ സ്വദേശി മുഹമ്മദ് ഇർഷാദ് എന്നയാളാണ് കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നും പിടിയിലായത്. ഇയാളുടെ കാറിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും കണ്ടെടുത്തിരുന്നു. പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഉടുപ്പിയിലേക്ക് തിരിക്കുകയും മുഹമ്മദ് ഇർഷാദിനെ കൊച്ചിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. കൊച്ചി പനമ്പള്ളി നഗറിലെ ജോഷിയുടെ വീട്ടിലാണ് ശനിയാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളാണ് വീട്ടിൽ നിന്നും കവർന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിലാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് കണ്ടെത്തി. ഈ വിവരങ്ങൾ കേരള പോലീസ് കർണാടക പോലീസിന് കൈമാറിയിരുന്നു. കർണാടക പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മുഹമ്മദ് ഇർഷാദ് കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നും പിടിയിലായതും. മുംബൈയിൽ നിന്ന് കാർ ഒറ്റയ്ക്ക് ഓടിച്ചാണ് പ്രതി കൊച്ചിയിലെത്തി മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഇക്കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം വരാനുണ്ട്. ജോഷിയുടെ വീടിനെ കുറിച്ച് ആരെങ്കിലും വിവരങ്ങൾ കൈമാറിയിരുന്നോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. ശനിയാഴ്ച രാത്രി 1:30നും 2:00നും ഇടയിലാണ് മോഷണം നടന്നതെന്ന് CCTVയിൽ നിന്ന് വ്യക്തമായി. കയ്യുറയും തൊപ്പിയും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. പനമ്പള്ളി നഗറിലെ 10B ക്രോസ് റോഡ് സ്ട്രീറ്റ് ബിയിലെ ജോഷിയുടെ വീടിന്റെ പിൻഭാഗത്തുകൂടി എത്തി അടുക്കള വാതിൽ തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത്. വീടിന്റെ മുകൾ നിലയിലെ മുറിയിലെ അലമാര കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. 1 സെറ്റ് വജ്ര നെക്ലസ്, 10 വജ്രമോതിരങ്ങൾ, 12 വജ്രക്കമ്മൽ, 2 മോതിരം, സ്വർണ്ണമാലകൾ, 10 സ്വർണ്ണവളകൾ, വാച്ചുകൾ എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടത്. അതേസമയം മോഷണ മുതലിന്റെ പങ്ക് സ്വന്തം നാട്ടുകാരുമായി ദാനം ചെയ്യുന്ന കള്ളൻ എന്നറിയപ്പെടാൻ തുടങ്ങിയതോടുകൂടിയാണ് മുഹമ്മദ് ഇർഷാന് ബിഹാർ റോബിൻഹുഡ് എന്ന പേര് വന്നത്. ഹൈടെക് കള്ളന്റെ കഥയുമായി 2009 പുറത്തിറങ്ങിയ റോബിൻഹുഡ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയാണ് ഒടുവിൽ അദ്ദേഹം പിടിയിലായിരിക്കുന്നത്. മോഷ്ടിക്കുന്ന പണം നാട്ടിലെ പാവപ്പെട്ടവരുടെ ചികിത്സാ ചെലവ്, വിവാഹ ചെലവ്, റോഡ് നിർമ്മാണം എന്നിവയ്ക്കാണ് പ്രതി വീതിച്ചു നൽകിയിരുന്നത്. മോഷണ മുതലുകൾ വിറ്റുകിട്ടുന്ന പണത്തിന്റെ 20% വരെ ഇത്തരത്തിൽ വിതരണം ചെയ്യും. നാട്ടിലെ 7 ഗ്രാമങ്ങൾക്ക് കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചു നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. ബാക്കിയുള്ള പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യും ഈ ബീഹാർ സ്വദേശിയായ റോബിൻഹുഡ്. മോഷണ മുതലിൽ നിന്ന് 1.20 കോടി രൂപ ചെലവിട്ടാണ് ബീഹാറിലെ സീതാമർഹി ജില്ലയിൽപ്പെടുന്ന ജോഗി പഞ്ചായത്തിലെ 7 ഗ്രാമങ്ങളിൽ ഇർഫാൻ കോൺക്രീറ്റ് റോഡുകൾ പണിതു നൽകിയത്. സീതാമഹർഷിയിലെ പുപ്രി ഗ്രാമം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ജില്ലാ പരിഷത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പെർവിൻ ജയിക്കുകയും ഭർത്താവിന്റെ ഈ ജനപ്രീതിയിൽ തന്നെ. കൊച്ചിയിൽ മോഷ്ടാവിനായി ഇർഫാൻ എത്തിയത് സീതാമഹർഷി ജില്ലാ പരിഷത്ത് അധ്യക്ഷന്റെ ബോർഡ് വെച്ച കാറിലാണ്. വിവിധ സംവിധാനങ്ങളിലായി 20ഓളം മോഷണ കേസുകളിലായിരുന്നു ഇയാൾക്കെതിരെ നിലവിലുള്ളത്. മോഷണ കേസിൽ അറസ്റ്റിലായാൽ ജാമ്യത്തിലിറങ്ങുന്ന ശേഷം വീണ്ടും മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി.